ഹലോ ഗൈസ്, വെൽക്കം ടു ഇമ്പൾസ്. സോ നമ്മൾ നോക്കാൻ പോകുന്ന ഡി ഫാം എക്സിറ്റ് എക്സാമിന്റെ MCQ സീരീസ് ആണ്. നമ്മൾ ഓരോ ദിവസവും 10 MCQ വെച്ചായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. സോ നമ്മുടെ സ്യൂട്ടിക്സിൽ നിന്ന് ഹിസ്റ്ററി ഓഫ് ദി പ്രൊഫഷൻ ഓഫ് ഫാർമസി ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വരുന്ന 10 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകളും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യേണ്ടാവുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏതൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ഏതൊരു എക്സാമിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഫാർമസി ആക്ട് ഇന്ത്യയിൽ ഇനാക്ട് ചെയ്ത് അല്ലെങ്കിൽ നിയമമാക്കിയത് ഏത് വർഷമാണ് എന്നുള്ളത്. ഈ ഒരു ചോദ്യം പറയുമ്പോൾ തന്നെ ഇതിന്റെ എക്സ്പ്ലനേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലാകും. 1940, 1945, 1948, 1954. സോ ഉത്തരം വന്നിട്ട് 1948 ആണ്. നിങ്ങൾ ഫാർമസിയിൽ കയറി അല്ലെങ്കിൽ ഫാർമസി കയറി പഠിക്കുന്നത് മുതൽ അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന കാര്യമാണ് 1948 എന്നുള്ളത്. സോ 1949 എന്ന് ചില ആൾക്കാർ കറക്കുത്താറുണ്ട്. സോ ഒരിക്കലും ചിന്തിക്കാൻ 1948 ആണ്. അതുമാത്രമല്ല, ഈ ഫാർമസി ആക്ട് എന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഫഷൻ, നമ്മുടെ എഡ്യൂക്കേഷൻ, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെ റൂളുകളും കാര്യങ്ങളും ഒക്കെ അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പരാമർശിക്കുന്നുണ്ട്. ഫാർമസി കൗൺസിൽ അതിൻ്റെ സ്റ്റേറ്റ് ലെവൽ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, ഏത് രീതിയിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പരാമർശിക്കുന്നുണ്ട് എന്നുള്ളതാണ്, മറന്നു പോകരുത്. അടുത്ത ചോദ്യം, ദ ഫസ്റ്റ് ഫാർമസി കോളേജ് ഇൻ ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ വിച്ച് ഇയർ? ഏത് ഇയറിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഫാർമസി കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നുള്ളത്. സോ ഓപ്ഷൻ നോക്കുവാണെങ്കിൽ 26, 32, 48, 50 ആണ്. സോ ഉത്തരം വന്നിട്ട് 26 ആണ്. മറന്നുപോയത് 26 ആണ്. ആദ്യത്തെ ഫാർമസി കോളേജ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 1926 ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. മറന്നു പോകരുത്, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആണ്. ബൈ പ്രൊഫസർ ML ഷ്രോഫ് ആണ്. പുള്ളിക്കാരനെയാണ് നമ്മൾ ഫാദർ ഓഫ് ഫാർമസി എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയാറുണ്ട്. അപ്പം നിങ്ങളിവിടെ ആലോചിക്കേണ്ട കാര്യം, നമ്മൾ ഒരേ സമയത്ത് എത്ര കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്? 3 കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ആദ്യത്തെ ഫാർമസി കോളേജ് ഏത് വർഷമായിരുന്നു, ഏത് യൂണിവേഴ്സിറ്റി ആയിരുന്നു, ഏത് പ്രൊഫസർ ആയിരുന്നു, പുള്ളിക്കാരനെ എന്താണ് പറയുന്നത്, ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ പഠിച്ചു എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഈസ് ദ ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ AICTE വാസ് established in which year to oversee technical education include pharmacy? സോ ഫാർമസി ഒരു ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ് എന്നുള്ളത് അറിയാം. സോ AICTEന്റെ അണ്ടറിൽ ഏത് ഇയറിലായിരുന്നു എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നുള്ളതാണ്. 1945, 1948, 1951, 1956. സോ ഇപ്പോൾ നിലവിൽ BPharm ഒക്കെ നോക്കുവാണെങ്കിൽ AICTE എന്നൊക്കെ മാറ്റിയിട്ടുണ്ട്. സോ നമുക്ക് ഓൾറെഡി നമ്മൾ ഹിസ്റ്ററിയും കാര്യങ്ങളാണല്ലോ പഠിക്കുന്നത് അല്ലേ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിയാൽ മതിയായിരിക്കും. സോ ഉത്തരം 1951 ആണ്. AICTE സെറ്റപ്പ് ചെയ്യുന്നത് 1951. അതായത് ടെക്നിക്കൽ എഡ്യൂക്കേഷനെ കൂടുതൽ കോർഡിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ആ ഒരു ഈ പേഴ്സ്പെക്റ്റീവിൽ കൊണ്ടുവന്ന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അതോറിറ്റിയാണ് ആര്? ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്ന് നമുക്ക് പറയാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പ്രൊഫഷണൽ അസോസിയേഷൻ റെപ്രസെന്റ് ഫാർമസിസ്റ്റ് ഇൻ ഇന്ത്യ? സോ നമ്മുടെ ഫാർമസിസ്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന പ്രൊഫഷണൽ അസോസിയേഷൻ, ഇപ്പൊ നമ്മൾ ഓൾറെഡി അറിയാം മെഡിക്കൽ അസോസിയേഷൻ ഡോക്ടേഴ്സിനാണ്, അല്ലെങ്കിൽ നഴ്സിംഗ് അസോസിയേഷൻ എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ഫാർമസിസ്റ്റിന്റെ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് എന്ന പ്രൊഫഷനെ റെപ്രസെന്റ് ചെയ്യുന്ന അസോസിയേഷൻ ഏതൊക്കെയാണ്? ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ അസോസിയേഷൻ, ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ, ഓൾ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ്. സോ ഉത്തരം വരുവാണെങ്കിൽ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ അസോസിയേഷൻ ആണ്. ഇതിൽ നമ്മൾ ഓൾറെഡി AICTE പറഞ്ഞു, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. സോ നമുക്ക് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ അസോസിയേഷൻ ആണ്. ചില ആൾക്കാർ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ കറക്റ്റ് കുത്താറുണ്ട്. സോ ചിന്തിക്കുക, ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ അല്ല, ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ അസോസിയേഷൻ ആണ്. എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1939. സോ ഫാർമസി പ്രൊഫഷനെ മുന്നോട്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ നമ്മുടെ ഫാർമസിസ്റ്റിന്റെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് ഇൻട്രസ്റ്റ് എന്ന രീതിയിൽ കൊണ്ടുവന്ന ഒരു അസോസിയേഷൻ ആണ് ആര്? ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ അസോസിയേഷൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ? PCയുടെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്താണ് എന്നുള്ളതാണ്. സോ ഓപ്ഷൻ നോക്കാം. Regulating the pharmaceutical industry, conducting entrance exam for pharmacy courses, overseeing pharmacy education and practice standards, accrediting medical college. സോ ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അവിടെ രജിസ്റ്റർ ചെയ്യുന്ന ഫാർമസിസ്റ്റുകൾ അല്ലെങ്കിൽ പറയുന്ന പ്രിസ്ക്രൈബ് ചെയ്ത രീതിയിൽ പഠിച്ചിട്ടുണ്ടോ, പ്രിസ്ക്രൈബ്ഡ് രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ, ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ആയിട്ടുള്ള രീതിയിലാണോ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നതിൽ പല കാര്യങ്ങളും യോജിക്കുന്നുണ്ട്. സോ എന്നാൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്ക് കൂടുതലായിട്ട് പറയാൻ പറ്റുന്നത് ഓവർസീയിങ്
ഫാർമസി എഡ്യൂക്കേഷൻ ആൻഡ് പ്രാക്ടീസ് ആണ് എന്നുള്ളതാണ്, പ്രാക്ടീസ് സ്റ്റാൻഡേർഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. സോ നമുക്ക് ഓൾറെഡി അറിയാം ഫാർമസി അല്ലെങ്കിൽ PCI പറയുന്നത് ഫാർമസി ആക്ട് അണ്ടർ 1948 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. സോ ഫാർമസി എഡ്യൂക്കേഷനും പ്രാക്ടീസ് ആൻഡ് രജിസ്റ്ററിങ് ഫാർമസിസ്റ്റ് ഒക്കെ ഇതിന്റെ അണ്ടറിൽ വരുന്നതാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. So next question, in which year was the Drug and Cosmetic Act implemented in India? So നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രതീക്ഷിക്കാം. സോ D&Cന്റെ ആക്ട് ഏത് വർഷം വന്നു? ഉത്തരം എല്ലാവർക്കും അറിയായിരിക്കും, 1940 ആണെന്നുള്ളതാണ്. സോ 1940, 1945, 1948, 1950. സോ ആലോചിക്കുക, 1940 ആണ്. സോ ഇമ്പോർട്ട്, മാനുഫാക്ചർ, ഡിസ്ട്രിബ്യൂഷൻ, സെയിൽസ് ഓഫ് ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക്സ് ഇന്ത്യ റെഗുലേറ്റ് ചെയ്യുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആരാണ്, അല്ലെങ്കിൽ ഏത് നിയമത്തിന് അണ്ടറിലാണ്? ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ടിന്റെ അണ്ടറിലാണെന്നുള്ളത് മനസ്സിലാക്കാം. So next question, the term clinical pharmacy gained significance in India primarily in which decade? So ഏത് വർഷത്തിലാണ് ക്ലിനിക്കൽ ഫാർമസി അല്ലെങ്കിൽ ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ ക്ലിനിക്കൽ ഫാർമസി എന്ന് പറയുന്ന ഒരു വാക്ക് ഏതൊരു ഡെക്കേഡിലാണ്, ഏത് വർഷത്തിലാണ് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഇന്ത്യയിൽ പ്രൈമറിലി വന്നത് എന്നുള്ള ചോദ്യമാണ്. 1940-കളിൽ, 60-കളിൽ, 80-കൾ, 2000-ൽ. അപ്പം ഉത്തരം വരുവാണെങ്കിൽ 1918 ക്ലിനിക്കൽ ഫാർമസി എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത് 1980-ലാണ്. ആ സമയത്ത് ഡ്രഗ് തെറാപ്പി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒപ്റ്റിമൈസ് ഡ്രഗ് തെറാപ്പി അല്ലെങ്കിൽ പേഷ്യൻ്റ് കെയർ എന്ന് പറയുന്ന കാര്യങ്ങളിൽ കൂടുതലായി ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാർമസി പ്രാക്ടീസ് കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വന്നൊരു രീതിയാണ് ക്ലിനിക്കൽ ഫാർമസി. ആ സമയത്ത് തന്നെ ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനും കൂടെ, അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി എല്ലാവരും ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആണ്, ഈവൻ ദോ ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് എന്നൊരു പ്രൊഫഷനും കൂടെ എന്തുന്നുണ്ട് ഈ ക്ലിനിക്കൽ ഫാർമസി എന്ന് പറയുമ്പോൾ കൂടെ ഉടലെടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കാം. സോ നെക്സ്റ്റ് വൺ ഇസ് ഫാർമസി എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ഈസ് ഗവേൺ അണ്ടർ വിച്ച് സിസ്റ്റം? സോ ഫാർമസി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഏത് സിസ്റ്റത്തിന് അണ്ടറിലാണ് ഗവേൺ ചെയ്യുന്നു എന്നാണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഫാർമസ്യൂട്ടിക്കൽ എഡ്യൂക്കേഷൻ പോളിസി, വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാം. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു, AICT പറഞ്ഞു. സോ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ്, AICTE ആണ്, മറന്നു പോകരുത്. സോ PCIന്റെ അണ്ടറിൽ AICT കൂടെ കൊളാബറേഷൻ ചെയ്തിട്ടാണ് കേട്ടോ, മറന്നു പോകരുത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കീ കരിയർ ഓപ്ഷൻ ഫോർ ഫാർമസി ഗ്രാജുവേറ്റ്? സോ ഫാർമസി ഗ്രാജുവേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഏതാണ് മോസ്റ്റ് കരിയർ അല്ലെങ്കിൽ കീ കരിയർ, ഒരു സിഗ്നിഫിക്കൻറ്റ് കരിയർ പറയുവാണെങ്കിൽ ഏതാണ് എന്നാണ് ചോദ്യം. കമ്മ്യൂണിറ്റി ഫാർമസിസ്റ്റ്, ഫാർമസ്യൂട്ടിക്കൽ റിസർച്ചർ, റെഗുലേറ്ററി അഫയേഴ്സ് സ്പെഷ്യലിസ്റ്റ് ആൻഡ് ഓൾ ഓഫ് ദ അബോവ്. പറയുവാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് പോസിബിൾ ആണ് എന്നുള്ളതാണ്. ഒപ്റ്റിമൽ റോൾ നമുക്ക് ഏതും പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്, മറന്നുപോകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, മിക്കവാറും ആൾക്കാർക്കും തെറ്റിപ്പോകാനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കാം. Which of the following association is dedicated to advancing pharmaceutical science globally and has Indian participation? രണ്ട് കാര്യം ശ്രദ്ധിക്കുക, അഡ്വാൻസിങ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് ഗ്ലോബലി ആൻഡ് ഇന്ത്യൻ പാർട്ടിസിപ്പേഷൻ. സോ ഓപ്ഷൻ നോക്കുവാണെങ്കിൽ WHO ആൻഡ് ഇന്റർനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ ഫെഡറേഷൻ, ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ അസോസിയേഷൻ, ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ. സോ ഇവിടെ WHO അല്ല എന്നുള്ളത് നിങ്ങൾക്ക് ആദ്യം മനസ്സിലാവും. പക്ഷേ ഇന്റർനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ ഫെഡറേഷൻ ആണോ, ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ അസോസിയേഷൻ ആണോ, ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ ആണെന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടുണ്ടാവും. കാര്യം ചോദ്യം നോക്കുവാണെങ്കിൽ ഗ്ലോബലി ആൻഡ് ആസ് ഇന്ത്യൻ പാർട്ടിസിപ്പേഷൻ എന്നാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും. ഉത്തരം വരുവാണെങ്കിൽ FIP, ഇന്റർനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ ഫെഡറേഷൻ ആണ്. സോ സയൻസ്, എഡ്യൂക്കേഷൻ, പ്രാക്ടീസ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ഫാർമസിസ്റ്റും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും കൂടുതൽ റോൾ വഹിക്കുന്നവരാണ് FIP ആണ്. ശ്രദ്ധിക്കുക, ഫാർമസ്യൂട്ടിക്കൽ സയൻസ് ഗ്ലോബലി ആണെന്നുള്ളതാണ്. സോ ഇത്രയുമാണ് 10 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിട്ടുള്ളത്. സോ ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു ചോദ്യമൊക്കെ മാറിയും തിരിഞ്ഞും ചോദിക്കാം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് കേൾക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക, നമുക്ക് ബാക്കി ഫോളോ അപ്പ് ചെയ്യാം. താങ്ക് യു.